കപ്സ. ആ ഒരു സ്മെൽ. അപ്പോൾ സോ അങ്ങനെ ഗായ്സ് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഓഫീസിൽ നിന്ന് വന്നു. ഈ പറഞ്ഞ പോലെ ഒരു വാമിന് ഞാൻ അവളോട് പോയി കിടന്നോ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞു. പണിയൊന്നാവില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുക്കി വെച്ചിട്ടുണ്ട്. കുക്കർ, വെക്കാനുള്ള പാത്രം, പിന്നെ എന്താ തക്കാളി, സബോള വട, പിന്നെ മസാലകളൊക്കെ പാവം എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയ പണിയൊന്നുമില്ല. ഇതൊക്കെ കൂടിയായിട്ട് മിക്സ് മസാല ആക്കിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പണിയുണ്ട്. എന്തായാലും നോക്കാം. പൊതുവേ ഞാൻ ഇവിടെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നല്ല സമയമെടുക്കും. എന്തായാലും അപ്പോൾ ഇത് നോക്കാം. അപ്പോൾ നമുക്ക് നേരം കളയേണ്ട സ്റ്റാർട്ട് ചെയ്യാം. 1-2 യൂട്യൂബ് വീഡിയോസും പിന്നെ മമ്മി വലിയൊരു 5 മിനിറ്റിൻ്റെ ഒരു റെസിപ്പി അയച്ചു തന്നിട്ടുണ്ട്. മമ്മി അയച്ചു തന്ന ആ റെസിപ്പി നോക്കിയിട്ട് പിന്നെ അതിലെന്തെങ്കിലും നമ്മുടേതായ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്ത് അങ്ങനെ കണ്ട് പൂശാം. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് നൗ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൻ തേന ഇവിടെ കഴുകി വെക്കും. അരി തോർന്നിട്ട് വെച്ചിട്ടുണ്ട്. അരി വെള്ളം തോർന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഫൈൻ. ഇത് കണ്ടോ, ഈ പാത്രത്തിൽ അരി വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടൻ തേപ്പ് നമ്മൾ കഴുകും. ലെറ്റ്സ് ഫൈൻ. മസാലകളെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒത്തിരി സമയങ്ങളുണ്ട്. ആദ്യം മട്ടൻ വാഷ് ചെയ്ത് വെക്കട്ടെ, എന്നിട്ട് പിന്നെ അടുത്ത കാര്യങ്ങൾ തുടങ്ങും. ഞാൻ എത്ര ഗ്ലാസ് ചോദിക്കാൻ പറഞ്ഞു, കാരണം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണേ. അതായത് 2 ഗ്ലാസ് അരിയാണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം. ദിസ് ഇസ് ദ ഗ്ലാസ്. നമുക്ക് 2-3 ഗ്ലാസ്സുകളുണ്ട്. അപ്പോൾ 6.5 ഗ്ലാസ് വെള്ളം എടുക്കണം. 6.5 ഗ്ലാസ് വെള്ളം ടു ബോയിൽ ദിസ് അരി. ഇതിൽ പാകം ചെയ്യാൻ പറ്റില്ല ഇത്? ഓക്കെ, എന്നാൽ നീ കിടന്ന് ഇനി ഞാൻ വിളിക്കില്ല. ഗോ ടു യുവർ ബെഡ്. പറഞ്ഞ പോലെ ഇത് കഴുകലാണ് ചെറിയൊരു ടാസ്ക്. കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, വലിയ പണിയൊന്നുമില്ല. മട്ടനല്ലേ, നേരെ അരിപ്പ പാത്രത്തിലിടുന്നു. ഓൾറെഡി അരിപ്പ പാത്രം ഉണ്ട്, അതിൽ നല്ലതായിട്ട് കഴുകിയെടുത്താൽ അത് സെറ്റായി. പിന്നെ കട്ട് ചെയ്യാനോ കളയാനൊന്നുമില്ല. നല്ല ചെറിയ പീസായിട്ട് ബിരിയാണിക്കുള്ള കട്ടിങ് തന്നെ ഞാൻ എടുത്തത്. ബിരിയാണി കട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആ ഒരു കട്ടിങ് കിട്ടും. മന്തി കട്ടിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ പീസായിട്ട് എടുക്കുന്നു. മന്തി അല്ല, കപ്സ. ഞാൻ ഇടയ്ക്ക് കപ്സയെ മാറ്റി മന്തി എന്ന് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സോറി, അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെയാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ കറുവപ്പട്ട, ഏലക്കായ, ആ വക ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്ത് അത് ചൂടാക്കി കുക്കറിൽ നമ്മളത് ആദ്യം ആ മസാല കാര്യങ്ങളെല്ലാം നമ്മളതിലൊന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് അതിലേക്ക് ഒണിയൻ ഇടും. ഒണിയൻ ഇട്ടതിന് ശേഷം അതിലേക്ക് തക്കാളി ഇടും. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് വഴറ്റി പാകമായിട്ട് വരണതിൻ്റെ തരം പോലെ നമ്മളതിലേക്ക് മന്തി മസാല ഇടും. ഈസ്റ്റേൺ മന്തി മസാലയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഈസ്റ്റേൺ മന്തി മസാല. ഇതെന്തെയും മന്തി എന്ന് പറഞ്ഞാൽ കപ്സ മസാല, ഈസ്റ്റേൺ കപ്സ മസാല. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ ആ മസാല, ഒണിയൻ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് പോകുന്നതിൻ്റെ തരം പോലെ നമ്മൾ കപ്സ മസാല ഇടും. എന്നിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് മട്ടൺ ഇടും. മട്ടൺ ഇട്ടിട്ട് എല്ലാ മസാല പിടിച്ചു വരുന്ന രീതി ആവുന്നത് വരെ നമ്മളിട്ടിട്ട് ഇളക്കി മറിച്ചതിന് ശേഷം നെകക്ക വെള്ളം വെക്കുന്നു. വെള്ളം വെച്ചിട്ട് അതൊരു 5 വിസിൽ, 1 വിസിൽ ഫുൾ ഫ്ലെയിമിലടിക്കും, ബാക്കി 4 വിസിൽ ചെറിയ മീഡിയം ഫ്ലെയിമിലടിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോസസ്സിങ്. ഇനി നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. മട്ടൻ കഴുകി വെച്ചിരിക്കുന്നു. കണ്ടോ, എവിടെ ഇതാ കഴുകി വെച്ചിരിക്കുന്നു. 1 കിലോ മട്ടനാണുള്ളത്. അതിന് നമ്മളിപ്പോൾ 3.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കണക്ക്. 1 കിലോ മട്ടൻ, 3.5 ഗ്ലാസ് അരി, പിന്നെ അതിൻ്റെ ചേരുവകൾ. അപ്പോൾ കുക്കറിൽ നമ്മുടെ പണി ആദ്യം തുടങ്ങും. ഇന്നത്തെ ഈ ക്യാമറ ആംഗിളിങ്ങിൽ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇന്ന് അവളില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഷൂട്ടിങ്ങാണ്. അപ്പോൾ വാഷർ വെള്ളത്തിലിട്ടണം. അത് സാധാരണ മമ്മിയൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്. നമ്മൾ കുക്കർ യൂസ് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും വാഷർ ഇങ്ങനെ പച്ചവെള്ളത്തിലിട്ട് വെക്കാൻ പറയും, വെള്ളം നനയ്ക്കാൻ പറയും. അതെനിക്കത് റബ്ബർ ഫോമാണല്ലോ, അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ടൊന്ന് വെറ്റായി കിട്ടാനാവും. അപ്പോൾ ഇതേ നമ്മുടെ കുക്കർ 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതെന്താണോ ഇങ്ങനെ പരന്നിട്ടുള്ള കുക്കറാണ്. നാട്ടിൽ നിന്ന് ഡാഡി കൊടുത്തയച്ചതാണ്, ഡാഡിയും മമ്മിയും കൂടിയിട്ട്. അപ്പോൾ അന്ന് അവർ മേടിക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് നിനക്ക് എങ്ങനത്തെ കുക്കറാണ് വേണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബീഫ് കറിയൊക്കെ വെക്കാനാണ്.
അപ്പോൾ അതിന് പാകമുള്ള കുക്കർ തരാൻ പറഞ്ഞു, മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു പരന്ന വായുള്ള കുക്കർ മേടിച്ചു. അതാകുമ്പോൾ നമുക്ക് ഓൾറെഡി കറി പോലെയുള്ള സാധനങ്ങൾ വെക്കാനായാലും ഇവനെല്ലാം വെക്കാൻ പാകാം. മറ്റേ നീളനുള്ള കുക്കറാകുമ്പോൾ ചെറിയ പോരായ്മകളുണ്ടല്ലോ. പക്ഷെ ഇത് വന്നപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. അത് എൻ്റെ മാത്രം ഒരു കുഴപ്പമാണോ? നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? കുറച്ച് നേരം തരേണ്ടി വന്നു. ഇത് തന്നെ ജീരകം, ഇത് ഞാൻ തോന്നുന്നു. ഇതെന്തോ ഓയിലാണ്? കോൺ ഓയിൽ. കോൺ ഓയിൽ മതി. സൺഫ്ലവർ ഉണ്ടോ? സൺഫ്ലവർ ഇല്ല. അപ്പോൾ നമുക്ക് കോൺ ഓയിൽ ഇടാം. ഒലിവ് ഓയിൽ അത്ര നന്നാവാൻ സാധ്യതയില്ല. നമ്മൾ കുറച്ച് കോൺ ഓയിൽ ഒഴിക്കുന്നു. ഇതാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ ആകെ യൂസ് ചെയ്യുന്ന ഓയിൽ. ഓക്കെ, ബാക്കിയെല്ലാം ഇനി ഇതിൻ്റെ സബോളയും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് പോവും എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. ഇനി എന്താവുമെന്ന് നമുക്ക് പണിതുകൊണ്ടിരിക്കുമ്പോൾ അറിയാം. ഇത് ഇളക്കാനുള്ള കയ്യിൽ ഞാനിതെടുക്കാം അല്ലേ? ഇതാവും കുറച്ചും കൂടി സേഫ്. മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ ടിങ് ടിങ് എന്ന് ഭയങ്കര സൗണ്ടാവും. ഇതും കുഴപ്പമുണ്ടാവില്ല സൗണ്ട്, എന്നാലും വലിയ ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ഈ വക സാധനങ്ങൾ ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് ആദ്യം നമ്മൾ സബോള ഇടും, പിന്നെ തക്കാളി ഇടും, പിന്നെ പച്ചമുളക് എടുത്ത് വെക്കാണ്ട് അത് ഇടണം. ഓക്കെ, പക്ഷെ ഇതിപ്പോൾ ഇനി ഇടുമ്പോൾ സടപടന്ന് നല്ല സൗണ്ട് ഉണ്ടാവും. എണ്ണയിലേക്ക് ഞാൻ എന്ത് മണ്ടത്തരാ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയാം. മറ്റേത് കഴുകി വെക്കേണ്ടതായിരുന്നു. അതിലേക്ക് നമ്മൾ തന്നെ ഇനിയിപ്പോൾ ഒരു സ്പൂൺ ജീരകം. ഇതെങ്ങനെയുണ്ട് എൻ്റെ ടീഷർട്ട്? സ്പോഞ്ച് ബോബ്, സ്പോഞ്ച്. നമുക്കിതിൽ മട്ടൺ വിസിലടുപ്പിക്കാറില്ല. ഇതിലാണ് നമുക്ക് ആ സ്റ്റോക്ക് കിട്ടുക, മട്ടൻ്റെ ആ ഒരു സൂപ്പ്. അതിലാണ് നമ്മൾ അരി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല സൂപ്പ് ഉണ്ടാവണം. എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ 6 ഗ്ലാസ് വെള്ളം വേണം. 6 ഗ്ലാസ് വെള്ളത്തിന് വേണ്ട അത്ര സൂപ്പ് ഉണ്ടാവണം. ഇതിൽ സൂപ്പ് ആവാത്തത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിക്കും. അപ്പോൾ അതിൽ നമ്മൾ ബീഫ് ക്യൂബ്സ് ഇടും. ഓക്കെ, എന്നിട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മുടെ ഏലക്കായ ഇട്ടതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങി. പൊട്ടുണ്ട് കേട്ടോ. മതി. ഇനി കളി വേണ്ട. ഈ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് വെച്ചിരുന്നു. ഞങ്ങളിങ്ങനെ ബാച്ചിലറായിട്ട് നിൽക്കുന്ന ടൈമിലൊക്കെ റിയാസ് റഫീഖ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എൻ്റെ വൺ ഓഫ് ദി ഫേമസ് ഡിഷായിരുന്നു ഞാൻ കുക്ക് ചെയ്ത് പറഞ്ഞപ്പോൾ എൻ്റെ കപ്സ. ചുമ്മാട്ടാ, ഞാൻ വെക്കാറുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ബേസിക്കലി മമ്മി വീട്ടിൽ കപ്സ വയ്ക്കുമ്പോഴായാലും ഈ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോഴുള്ള ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല്. അപ്പോൾ വീട്ടിൽ കൂടുതൽ ചിക്കൻ വെക്കും. ചിക്കൻ്റെ കപ്സ വയ്ക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വരുമ്പോൾ അപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ ഇരിക്കുക നേരത്ത്. കാരണം സാധാരണ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചകളിലാണ് ഈ പരിപാടി ചെയ്യാറ്. അപ്പോൾ ഈ സ്മെല്ല് കേൾക്കുമ്പോൾ അപ്പോൾ ഒരു പവർ വരും. ഇന്ന് ഫുള്ള് മന്തി അല്ലെങ്കിൽ കപ്സ. അപ്പോൾ അതിൻ്റെ ഒരു പഠിപ്പും പവറായിട്ട് ഇങ്ങനെ ഇരിക്കും. വൈകിട്ട് വന്നിട്ട് വയറ് നിറച്ച് കപ്സ അടിച്ച് വായിൽ വെള്ളം വരുന്നു. കപ്സ അടിച്ച് പെപ്സിയൊക്കെ പൊട്ടിച്ച് മിഥുൻ, ശ്രുതി നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. രണ്ടാളും എൻ്റെ ബ്രദർ ആൻഡ് സിസ്റ്റർ രണ്ടാളും കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നൊസ്റ്റു അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം. എന്നിട്ട് അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു ഉറക്കം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സിനിമ, സൂര്യ, ഏഷ്യാനെറ്റ് അങ്ങനത്തെ നമ്മളൊരു സിനിമ കാണും. സൺഡേ ആണെന്ന് വെച്ചാൽ മസ്റ്റാണ്. 4 മണിക്കൊക്കെ പടം ഉണ്ടല്ലോ ഏഷ്യാനെറ്റിലൊക്കെ. അപ്പോൾ അതെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കാണും. ഇതിനിപ്പോൾ ഉള്ളി ഇങ്ങനെ ഏകദേശം ഒരു ചെറിയ സെമി ഗോൾഡൻ പരുവത്തിലേക്ക് ആയി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതും നമ്മുടെ കയ്യിൽ ഈസ്റ്റേണിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണുള്ളത്. ഞാൻ ഇതിൽ പറയാതെ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു, ബട്ടർ. എപ്പോഴും ഈ അറേബ്യൻ ഡിഷുകളിൽ എസ്പെഷ്യലി മന്തി, കപ്സ ഈ വക ഐറ്റംസിലൊക്കെ നല്ല പോലെ ബട്ടർ യൂസ് ചെയ്യണേ. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി തക്കാളി ഇടാം. ഞാൻ അവനതിൽ ഇളക്കി അങ്ങോട്ട് വെന്ത് എടുക്കണം. ഒരു 3 ടീസ്പൂൺ ഇതാണ് എൻ്റെ സ്പൂൺ കേട്ടോ. യു ക്യാൻ സി ഒരു 3 ടീസ്പൂൺ നമ്മൾ കപ്സ മസാല ഇടുന്നു. കണ്ട ഈ ഒരു പരുവത്തിലായി. മാഗി ബീഫ് ക്യൂബ്സിൽ നിന്നും ഒരു പാക്കിൽ 2 ക്യൂബാണ് ഉണ്ടാവുക. എന്തായാലും ഒരു ഒറ്റ ക്യൂബ് നമ്മൾ ഫസ്റ്റ് ഈ മസാലയിലേക്ക് ഇടേണ്ടി വരും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കപ്പോൾ ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് കറക്റ്റ് കിട്ടും. കണ്ടോ ഈ ഒരു ഗ്രേവി ടൈപ്പായി, സെമി ഗ്രേവി. ഇനി ഇതിലേക്ക് നമ്മൾ നേരെ മട്ടൺ ഇടും. മട്ടൺ ആയതുകൊണ്ട് ടെൻഷനില്ല.
ഇട്ട് കഴിഞ്ഞാൽ മട്ടൻ എങ്ങനെ വേവിച്ചാലും രസമാണ്. വെക്കേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ രസമാണ്. ഇനി നമുക്കിത് ഫുൾ ലെവലായിട്ട് വെള്ളം ഒഴിക്കണം. ഇനി നമ്മളിത് ഇവനടക്കണം. യേശുവേ സൂപ്പറാക്കണേ കർത്താവേ. ഞാൻ കുക്കർ അടച്ചിട്ട് അവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതോടെ കൂടെ 6ാമത്തെ വിസിലാണ്. ഇതൊന്ന് സ്റ്റീം ഡൗൺ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ വെക്കാം. ആളൊന്ന് ഡൗൺ ആയിട്ട് വരട്ടെ. ആൾ ഭയങ്കര പ്രഷറില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന മോമോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ അവൾ കണ്ണെടുത്ത് തള്ളണം. ഇതെന്തും അതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദി നെക്സ്റ്റ് പ്രോസസ്സിങ്. ഇതൊന്ന് നമ്മൾ മട്ടൺ മാറ്റണം, ഇത് വെള്ളം മാത്രമാക്കണം, എന്നിട്ട് അത് അളക്കണം. അതൊരു ടാസ്ക്കാണ്. എക്സാക്ട്ലി 5 ഗ്ലാസ് ഓഫ് മട്ടൺ സ്റ്റോക്ക് ഉണ്ട്. ഈ നാരങ്ങ നമ്മൾ ഈ സൂപ്പിലിട്ടു. ഇതിലിപ്പോൾ നമ്മളെല്ലാം ഇട്ടു. ഇനി നമ്മൾ അരി ഇടുന്നതാണ് ഇതിൽ മെയിനായിട്ട്. പിന്നെ അരി വെന്തെടുക്കുന്നതാണ് ഈ വെള്ളം. അങ്ങനെ വറ്റി വരുമ്പോൾ അപ്പോൾ ഈ ഒരു മട്ടൻ്റെ ഈ ഒരു സൂപ്പിൻ്റെ ടേസ്റ്റും ആ ഫുൾ മസാല എല്ലാം അതിൽ പിടിച്ച് ഭയങ്കര രസമാണ് കപ്സ. ഇറ്റ്സ് എ സൗദി ഡിഷ്. ഓക്കെ, ഇറ്റ്സ് എ സൗദി ഡിഷ്. ഇനി നമ്മൾ കഴുകി വര വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് നേരമായി എന്താവും അരി നമ്മൾ ഇടുകയാണ്. കണ്ട ഇത് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഫുള്ള് മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആളൊന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് ഞാൻ അടുത്തത് എന്താ ചെയ്യണം, ഞാൻ ഇത് വെച്ച് ലിഡ് വെച്ച് മൂടുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയെ പിടിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ബാർ പോയിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കപ്സ ഓൾറെഡി ഇങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഔട്ട്പുട്ട്. വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ ഉപദ്രവിക്കുന്നില്ല. ഓൾറെഡി വിചാരിച്ച പോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും പ്രോപ്പറായി ഒന്ന് വെന്ത് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ കപ്സയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി. അസ്തല ബിസ്ത ബേബേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതായി സെറ്റ്. അപ്പം ഓക്കെ, ഞാൻ ഇനി ഇതൊന്ന് ഇളക്കി സെറ്റാക്കട്ടെ. ഇനി നമുക്ക് ടേസ്റ്റിംഗ് ടൈമിൽ കാണാം. ഓക്കെ, സോ അങ്ങനെ ഞാൻ 3 മണിക്കൂർ ഉറക്കത്തിന് ശേഷം നീ പറഞ്ഞോ, അല്ലാതെ കുക്കിംഗ് എന്ന് പറയരുത്. എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. ചൂടോട് റെഡി ആയതേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയി വരുന്നേ ഉള്ളൂ. എല്ലാം സെറ്റ് ആയി. നീ കഴിച്ചു നോക്ക്. ഞാൻ കുളിച്ചു. Here is my plate, you guys. Like I didn't even have lunch. Okay, ഇത് ഓർത്തിക്ക് മീൻസ് I will have മന്തി. അയ്യോ, ഞാൻ മന്തി എന്ന് പറഞ്ഞിട്ട് കപ്സ. നീ ഫസ്റ്റ് നല്ല വിഷമുണ്ട്. സോ ദിസ് ഇസ് മട്ടൺ കപ്സ. ഞാൻ ഇച്ചിരി സാലഡും എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു. അടിപൊളിന്ന് വെച്ചാൽ അടിപൊളി. നീ ഇപ്പൊ കഴിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ബിക്കോസ് ഇങ്ങനെ റൈസിന്റെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടില്ല. യൂഷ്വലി കറി ഒക്കെ ഉണ്ടാക്കിയിട്ട് ബീഫ് കറി അല്ലയോ, അങ്ങനത്തെ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കും. നീ എന്നെ പുകഴ്ത്ത അതൊന്ന് കഴിച്ചേ. കഴിക്ക്. സത്യം വിശപ്പുണ്ട്. അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. നല്ല വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചു. അപ്പൊ എന്ത് കുക്കറിൽ നമ്മൾ 5-6 വിസിൽ അടുപ്പിച്ചു. ഒന്നുകൂടി ഡ്രൈ ആവാനുണ്ട്. എനിക്കൊന്ന് നാളെ ഒന്നുകൂടി ഡ്രൈ ആവും. പക്ഷെ നാളേക്കുള്ളതാണ്. ഇതിന് ശരിക്കും ഈ സലാഡ് അല്ല കേട്ടോ. നമ്മൾ തക്കാളി ചട്നി ഉണ്ട്, സത്ത എന്ന് പറയും. തക്കാളി മിക്സിയിൽ ഒരു വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് ചെറുനാരങ്ങ ഇട്ട് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സത്ത എന്ന് പറയും അറബിക്കിൽ. അതന്നെ ആ ഒരു സലാഡ്. അതാണ് ചട്നി. അതാണ് അതിൻ്റെ മെയിൻ റിയൽ കോമ്പിനേഷൻ. സോ അങ്ങനെ ഭാര്യയ്ക്കൊരു നല്ല രസമുണ്ട്. സോ അതാണ് മട്ടനോട് എങ്ങനെ വെച്ചാലും രസമാണ്. നമുക്ക് റൈസ് മാത്രമായിട്ട് കഴിക്കാം. കാരണം ആ മട്ടൻ ഞാൻ വയൽ വെള്ളം വന്നു. ഈ മട്ടന്റെ സൂപ്പിലല്ല നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു രസമുണ്ട് അതിൽ. അപ്പോൾ വൈഫിനൊരു റെസ്റ്റ്, നമുക്കൊരു കപ്സ. ആ ഒരു വ്ളോഗ് ഇതോടുകൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ഒരൊറ്റ മിനിറ്റ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അത് ദയവ് ചെയ്ത് മറക്കരുത്. നമുക്ക് ഇനിയും സബ് കയറണം. ഓക്കെ, സോ റിയലി ബൈ.